കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെയിൻ ആയിട്ടുള്ള 5 എൻവയോൺമെന്റിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 എൻവയോൺമെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഈസ് എക്കണോമിക് എൻവയോൺമെന്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, ദെൻ സോഷ്യൽ എൻവയോൺമെന്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത 2 എൻവയോൺമെന്റ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് ഈ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് നമ്മൾ പല പല രീതിയിലാണ് ബിസിനസ്സിനെ എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും അഫക്റ്റ് ചെയ്യുന്നത്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ബിസിനസ് കൺസേൺഡ് അല്ലെങ്കിൽ ഒരു ബിസിനസ് വ്യൂ പോയിന്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മെയിൻ ആയിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് ആണ് ഈ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു വേർഡ് മീനിങ്ങിൽ തന്നെയാണ് എന്താണ് പൊളിറ്റിക്കൽ. ദാറ്റ് ഈസ് നമ്മുടെ രാജ്യത്തിന് കൺട്രോൾ ചെയ്യുന്ന ഗവൺമെന്റുകൾ, അതുപോലെ തന്നെ അവിടുത്തെ വോട്ടേഴ്സ്, ഏത് പാർട്ടിയാണ് മുൻകൂട്ടി രാജ്യം ഭരിക്കാൻ ഏൽപ്പിക്കുന്നത്, അവരുടെ ഐഡിയോളജി എന്താണ്, അവരുടെ തിങ്കിങ് എന്താണ്, അവർ നമ്മളെ ബിസിനസ്സിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള തിങ്കിങ് ഉള്ള വ്യക്തികളാണോ, ഇതൊക്കെയാണ് എന്താണ് മെയിൻ ആയിട്ട് അഫക്റ്റ് ചെയ്യുന്ന പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. നമുക്ക് പൊളിറ്റിക്കൽ എൻവയോൺമെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഡിസ്കഷൻ, ചെറിയൊരു ഡെഫിനിഷൻ നമുക്ക് അറിഞ്ഞിരിക്കാം. ചെറിയ എന്താണ് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് നമുക്ക് ആദ്യം നോക്കി കാണേണ്ടതായിട്ടുണ്ട്. ദാറ്റ് ഈസ് പൊളിറ്റിക്കൽ ആൻഡ് ഗവൺമെന്റ് എൻവയോൺമെന്റ് മീൻസ് the attitude of the government towards business അതായത് ബിസിനസ്സിനോടുള്ള ആറ്റിറ്റ്യൂഡ് ആണ് ഒരു പർട്ടിക്കുലർ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മളുടെ റൂളിംഗ് പാർട്ടിയുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ബിസിനസ്. ചില റൂളിംഗ് പാർട്ടികൾക്ക് ചില ബിസിനസ്സിനോട് ഒരു താല്പര്യവും കാണില്ല. അപ്പൊ അത്തരം ബിസിനസ്സുകൾ നമുക്ക് ഒരു കാരണവശാലും ആ പാർട്ടി ഭരണത്തിലിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റാർട്ട് ചെയ്യാനോ നല്ല രീതിയിൽ റൺ ചെയ്യാനോ പറ്റില്ല. അപ്പൊ ആ ഒരു ലെവലിൽ, അതായത് ഓരോ പാർട്ടിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ബിസിനസ്സുകളായിരിക്കണം നമ്മൾ കൊണ്ടുവരേണ്ടതും. ആ രീതിയിലുള്ള നമ്മളുടെ ബിസിനസ്സിനെ അവരുടെ ലെവലിൽ ചെറിയ രീതിയിൽ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്ത് അവരുടെ താല്പര്യം കൂടെ പരിഗണിക്കുന്ന രീതിയിലുള്ള ബിസിനസ് ആയിരിക്കണം നമ്മൾ മുൻകൂട്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. ദാറ്റ് ഈസ് ഗവൺമെന്റ് ക്യാൻ റെസ്ട്രിക്ട് ഓർ പ്രൊഹിബിറ്റ് സർട്ടൻ ബിസിനസ് ആക്ടിവിറ്റീസ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ചില ബിസിനസ് ആക്ടിവിറ്റികൾ ഈ ഗവൺമെന്റ് എന്ത് ചെയ്യുക അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടി എന്ത് ചെയ്യില്ല, അക്സെപ്റ്റ് ചെയ്യില്ല, അവരെന്ത് ചെയ്യില്ല, അത് സ്റ്റാർട്ട് ചെയ്യാനേ സമ്മതിക്കില്ല. അത്തരം ബിസിനസ് നമുക്ക് ഒരു കാരണവശാലും ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരു കാരണവശാലും നമുക്ക് തുടങ്ങാൻ പറ്റുകയില്ല. അപ്പോൾ അവർക്ക് അവരുടെ ഐഡിയോളജി അനുസരിച്ചുള്ള ബിസിനസ്സുകൾ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്രിഫറൻസ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരേണ്ടതായിട്ട് വരിക. സോ ദ വർക്കിംഗ് ഓഫ് ദ ബിസിനസ് ഷുഡ് ബി ഇൻ ടേൺ വിത്ത് ദ തിങ്കിങ് ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ദ വോട്ടേഴ്സ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താ പറയാ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ തിങ്കിങ്, അതുപോലെ അവരെ ആ പൊളിറ്റിക്കൽ പാർട്ടിയെയാണ് കൊണ്ടുവരുന്ന അവരുടെ വോട്ടേഴ്സിന്, അവിടുത്തെ ആൾക്കാരുടെ ജനാധിപത്യത്തിന്റെ രീതിയിൽ വോട്ടിടുന്ന വ്യക്തികളുടെ ആറ്റിറ്റ്യൂഡൊക്കെ മുൻകൂട്ടി ഒരു സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ, റൺ ചെയ്യാവുള്ളൂ എന്നാണ് നമ്മൾ ഈ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള നമ്മളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടത്, ദാറ്റ് ഈസ് ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പൊളിറ്റിക്കൽ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് പോളിസി ഓഫ് റൂളിംഗ് പാർട്ടീസ് ഹാസ് എ ഗ്രേറ്റ് ഇമ്പാക്ട് ഓൺ ദ ബിസിനസ്. അതായത് നമ്മളുടെ സ്റ്റെബിലിറ്റി, ഒരു എന്താണ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്റ്റെബിലിറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ആ സ്റ്റെബിലിറ്റി അവർ അടുത്ത ടേണിൽ അവർ തന്നെയാണോ വരുന്നത്, അല്ലെങ്കിൽ അവർ തന്നെ കണ്ടിന്യൂ ചെയ്യുമോ, അല്ലെങ്കിൽ വേറൊരു പാർട്ടി വരുമോ, ഇതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഐഡിയോളജി ഓഫ് ദ ഗവൺമെന്റ്. ഓരോ ഗവൺമെന്റിനും അവരുടേതായ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഉണ്ട്. ഇത്തരം ടൈപ്പിലുള്ള ബിസിനസ് തന്നെയാണോ ഞാൻ ഈ ഒരു ടൈമിൽ കൊണ്ടുവരേണ്ടതായിട്ട് വരിക, ഇതിനെ കുറിച്ച് നമുക്ക് ഉണ്ടായിരിക്കുന്നത് ഫിലോസഫി ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ്. ദാറ്റ് ഈസ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് അവരുടേതായ ഒരു തത്വങ്ങളുണ്ട്. ഈ തത്വത്തിന് ഉതകുന്ന രീതിയിലുള്ള ബിസിനസ്സുകളാണോ നമ്മുടെ കയ്യിലുള്ളത്. റിലേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇതൊക്കെ ബിസിനസ്സിനെ അഫക്ട് ചെയ്യുന്ന പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഒരു ബിസിനസ്സിന് സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും ഈ പൊളിറ്റിക്കൽ എൻവയോൺമെന്റിനെ കുറിച്ച് ക്ലിയർ ആയിട്ടൊരു പിക്ചർ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം.